എന്താണ് മോനെ ഒരു വിഷമം? അമ്മ തല്ലിയോ കൊച്ചിനെ? തല്ലി. കണ്ട, അതിനെ തല്ലിന്ന് പിടിച്ചിട്ട് ഇവക്ക് ഇത് എന്തിന്റെ കേടാന്നാ ഞാൻ ഈ വിചാരിക്കുന്നത്. ഈ കൊച്ചിനെ ഇട്ടിട്ട് ഇങ്ങനെ ഏത് നേരം അവൾ ഈ അടിയും തല്ലും ഈ മര്യാദ പഠിപ്പിക്കലും തന്നെ ഈ കൊച്ചിനെ. ഞാനും ശ്രദ്ധിച്ചമ്മ. അല്ലെങ്കിൽ ഉള്ളത് ചേച്ചിക്ക് ഈ കൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കല് എന്താ പറയണ്ടേ, അതിന്റെ പുറകെ നടന്ന് അതിനെ മര്യാദ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണോ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? കഴിഞ്ഞ ദിവസം ഇത് അങ്ങോട്ട് കരഞ്ഞ് കരഞ്ഞ് തളർന്ന് അടിയും കൊണ്ട് കരഞ്ഞ് 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 അങ്ങനെ എങ്ങാണ്ട് കിടന്ന് ഉറങ്ങിപ്പോയത്. രാത്രിയൊക്കെ പനിയെങ്ങാണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അമ്മ മിണ്ടാതിരുന്നോ? അമ്മയ്ക്ക് എന്നിട്ട് രണ്ടെണ്ണം പറയത്തില്ലായിരുന്നോ? അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നു. അത് ചേട്ടനൊന്നും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ലല്ലോ. ഓ, ചേച്ചിക്ക് എല്ലാം അറിയാം, അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ളൊരു മട്ട ചേട്ടന്. അതുകൊണ്ട് ഈ ചേച്ചി ഇങ്ങനെ അധികാരം കാണിക്കുന്നത്. ഇനി കൊച്ചിനെ തൊടാൻ അമ്മ സമ്മതിക്കരുത്. കൊച്ചിനെ തൊട്ടു പോരുമെന്ന് പറ അമ്മ അങ്ങോട്ട്. വരുന്നുണ്ട് വരുന്നുണ്ട്, നല്ല ശരിക്ക് പറഞ്ഞോണം. അല്ലടി, നീ എന്തിനാ ഈ കൊച്ചിനെ പിടിച്ചിപ്പോ തല്ലിയത്? നീ ഏത് നേരം അതിന് ഈ തല്ലാനും ഉപദ്രവിക്കാനും മര്യാദ പഠിപ്പിക്കാനും നടക്കുവാണോ ഏത് നേരം? ഇത് ആരും ഇവിടെ ഒന്നും പറയുന്നില്ലെന്ന് വെച്ചിട്ട് ഈ കൊച്ചിനെ എടുത്തിട്ട് നീ ഏത് നേരം ഉപദ്രവിക്കുവോ നീ? നിന്റെ വീട്ടിലെ 3 പെൺപിള്ളാരാ. നീ അതുകൊണ്ട് ഈ പെൺപിള്ളാര് വളരുന്നതേ കണ്ടിട്ടുള്ളൂ. ആൺപിള്ളാരമ്മ കുറച്ച് കുരുത്തക്കേടും കുറച്ച് വഴക്കാളത്തിലും ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചിട്ട് അതുങ്ങളെ ഇങ്ങനെ ഇട്ട് തല്ലിയിട്ടുണ്ടെങ്കിലേ പിള്ളേർ ചുമ്മാ നാണം കെട്ടു പോകും. ഒരു തല്ലി അത് ആകെപ്പാട് ഇച്ചിരിയേ ഉള്ളു. തല്ലിത്തില്ലാങ്ങാണ്ട് അത് വളരാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ കോനെ കണ്ടേച്ചാലും മതി. അവള് ഏത് നേരം അവള് തീറ്റിക്കില്ല. അതിന് ഒന്നും കൊച്ചിന്റെ ശരീരത്തിൽ കാണാനില്ല. എന്നിട്ട് അതിലിട്ടിട്ട് ഉപദ്രവവും. അമ്മ, അവൻ ഗ്യാസ് ഓണാക്കി ഓഫാക്കിയും കളിക്കുമായിരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പം ഞാൻ എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ അവനൊന്ന് ഓണാക്കി വെച്ചിട്ട് നമ്മൾ ആരും കണ്ടില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അവരോട് പറഞ്ഞിട്ട് കേൾക്കാത്തോണ്ട് ചെറിയൊരു അടി കൊടുത്തു. അത് അവനെ നൊന്നിട്ടൊന്നുമില്ല. പിന്നെ അമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ അമ്മേന്റെ അടുത്തോട്ട് ഓടി വന്നേ ഉള്ളൂ. അല്ലാണ്ട് അവനെ വേദനിച്ചിട്ടൊന്നുമില്ല. അതെ, ചേച്ചിക്കൊരു വിചാരമുണ്ട് കൊച്ചിനെ എടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്റെ കൊച്ചല്ലേ, ഞാൻ പ്രസവിച്ചതല്ലേന്ന്. അങ്ങനെ ചേച്ചിയുടെ മാത്രം കൊച്ചൊന്നുമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി കൊച്ചാ. അതിനിങ്ങനെയിട്ട് ഉപദ്രവിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കൊന്നുമില്ല. അത് മാത്രമല്ല, ഈ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ കൊച്ചാ. അതിനെന്തൊക്കെയാ ചെയ്യുന്നത്? എന്റെ പൊന്നു നിത്യ, നിങ്ങൾക്കൊക്കെ കൊച്ചിനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവും. എനിക്കതിൽ സന്തോഷമുള്ളൂ. എന്റെ മോനെ സ്നേഹിക്കാൻ വേണ്ടി ഇത്രയും പേരുണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പറഞ്ഞ് തിരുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തെ പിന്നെ ഞാൻ എങ്ങനെയാ കാണേണ്ടത്? ഇതിപ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്നെ എന്റെ മോനെ ശത്രുവാക്കിക്കൊണ്ടിരിക്കുവോ നിങ്ങള്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ എന്റെ മോനെ മനഃപൂർവ്വം ഉപദ്രവിക്കുവോ? എന്റെ കുഞ്ഞല്ലേ, ഞാൻ അവനെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം ഉപദ്രവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ല, നീ എന്നാ ഈ പറഞ്ഞു വരുന്നേ? ഇച്ചിരി ഇല്ലാത്ത കൊച്ചിനെ വെച്ചിട്ട് ഞാനും ഇവളും കൂടെ നിന്നോട് പോരെടുക്കാൻ വരുവാന്നാ നീ പറയുന്നത്? അല്ല, അവള് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? കൊച്ചിനെ വെച്ചിട്ട് ഞങ്ങള് നിന്നോട് എന്തോ പോരെടുക്കാൻ വരുന്ന പോലെയാണല്ലോ നിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാല്. അതെ, കൊച്ചുങ്ങളോടൊക്കെ പെരുമാറുന്നതിന് ഒരു നേക്കുണ്ട്. അല്ലാണ്ട് അതുങ്ങൾ ഈ പട്ടാളച്ചിട്ടയിലല്ല വളർത്തേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ കൊച്ചിന് ചേച്ചിയോട് വലിയ സ്നേഹമൊന്നുമില്ല. അമ്മേടെ അടുത്ത് എപ്പോഴും സ്നേഹം. കാരണം എന്താ? അതിന് സ്നേഹം കൊടുക്കുന്ന അതിന്റെ അച്ഛമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഇങ്ങനെ പുറകെ നടക്കുമല്ലേ പോലീസായിട്ട്. മോനെ മോനെ ആരെയും ഇഷ്ടം? അമ്മേനെയാണോ അച്ഛമ്മേനെയാണോ? അച്ഛമ്മേനെയല്ലേ മോൻ ഇഷ്ടം? മോൻ ആരെയും ഇഷ്ടം? അമ്മേനെയാണോ അച്ഛമ്മേനെയാണോ? അച്ഛമ്മേനെ. അച്ഛമ്മേടെ മോനെ. അച്ഛമ്മേടെ തങ്ക കട്ടിയല്ലേ ഇത്. പോയി കളിച്ചോ കേട്ടോ, പോയി കളിച്ചു കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു ഇപ്പം? നിന്റെ മോൻ പറഞ്ഞത് കേട്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ അവൻ അമ്മേനെ വേണ്ടെന്നങ്ങ് പറയും. കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോ നിന്നെ ഇറക്കി വല്ലയിടത്തോട്ടും വിടും. പിള്ളേരോടൊക്കെ ഒരു തഞ്ചത്തിനും ഒക്കെ പെരുമാറണം. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ സാധാരണ അമ്മമാര് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. ആ നിന്റെ വളർത്തു ദോഷമാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇതെന്താടാ ഇത്? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ട അമ്മ ഇത് എത്ര പ്രാവശ്യം പഠിപ്പിച്ചു തന്നാ നിന്നെ? നീ എന്തെങ്കിലും മറന്നു പോകുന്നത്? എന്റെ നാക്കിലെ വെള്ളം മൊത്തവും എടുത്ത് ഞാൻ പഠിപ്പിച്ചു തന്നാ. നോക്കിക്ക്, അടുത്തതും തെറ്റിച്ച് കളഞ്ഞു. ഈ മൊത്തം 5 നീ തെറ്റിച്ച് കളഞ്ഞല്ലോടാ. അതുകൊണ്ട് അതിന്റെ 5 മാർക്കും പോയി. 5×2 10 മാർക്കും പോയി അതിന്റെ. ഇത് എവിടെ ശ്രദ്ധിച്ചാ ഇരിക്കുന്നത്? ഓ എന്റെ ദൈവമേ, ആ കൊച്ചു IAS അല്ലല്ലോ പഠിക്കുന്നത്, 1-ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. അവളുടെ വിസ്താരം കേട്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും കൊച്ചെന്തോ വലിയ പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്നിരിക്കുവത്. 3-4 മാർക്ക് പറയുമ്പോഴത്തേക്ക് അതിനിട്ടോട്ട് വഴക്ക് പറയട്ടെ. പിന്നെ അതിന് പഠിക്കാൻ തോന്നുന്നു. അതിന് പഠിത്തം കേട്ടാലേ അതിന് പേടിയാവും. ഇങ്ങനെ പഠിപ്പിക്കുന്നത് വേറെ എവിടെയും കാണിയാലെന്നാ ഞാൻ പറയുന്നത്. മോനിങ്ങ് പോരുവാ, ഇങ്ങ് പോരുവാ. അമ്മേ, ഞാൻ അച്ഛമ്മേന്റെ അടുത്തേക്ക് പോവാ. പഠിപ്പിക്കാൻ നടക്കുന്ന പോലെ ബാബു. അതെ, എന്റെ ചോരയാ. ഇങ്ങനെ ഇട്ട് തല്ലുമ്പോഴും വഴക്ക് പറയുമ്പോഴും എനിക്ക് കുറച്ച് പൊള്ളും. എത്ര ദിവസം കേട്ടിരിക്കുന്നത്.
ഇത് ഭയങ്കര കഷ്ടം തന്നെ. ഇത് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കൊച്ചിനൊന്നും പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ പ്രാവശ്യത്തെ അവന്റെ പരീക്ഷയുടെ മാർക്ക് കണ്ടോ? മലയാളത്തിന് പോലും അവന് മാർക്കില്ല. ടീച്ചറും വിളിച്ചായിരുന്നു സ്കൂളിൽ നിന്ന്, ഇതെന്താ കുട്ടി ഇങ്ങനെ ഒന്നും പഠിക്കാത്തേന്ന് ചോദിച്ചിട്ട്. ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? രണ്ടക്ഷരം പഠിപ്പിക്കുമ്പോഴത്തേക്ക് അമ്മ അവിടെ കിടന്ന് ബഹളം തുടങ്ങും. പിന്നെ കൊച്ചു IAS-നല്ലേ പഠിക്കുന്നത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നും പറഞ്ഞിട്ട് അതിനെ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. എന്തായാലും ഒരു വഴക്ക് പറയാൻ സമ്മതിക്കില്ല. എന്താ ഞാൻ ചെയ്യുക? എന്താ അമ്മ എന്ന് പറഞ്ഞ വെറുതെ ഒരു സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. ഒന്നും പറയാനും കൊടുക്കാൻ എന്റെ കൊച്ചിനെ മര്യാദയ്ക്ക് വളർത്താനും എന്നെ ഇവര് സമ്മതിക്കൂല. നീ എന്നതായി പറയുന്നേ? അമ്മയ്ക്ക് കൊച്ചിനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് ഇങ്ങനെയൊക്കെയാ പറയണ്ടേ? അച്ഛമ്മേനെ വിളിക്കാട്ടോ. അമ്മേ, ഒന്ന് അവന്റെ അടുത്തോട്ട് വാ. അമ്മേനെ വിളിക്കുന്നവൻ. കുറയുന്നൊന്നും ഇല്ലേ? പനി കുറയുന്നില്ല. ഞാൻ ഡോസ് കൂടിയ പനിയുടെ മരുന്നൊക്കെ കൊടുത്തു നോക്കി. കുറയാത്ത എന്താണെന്ന് അറിയത്തില്ല. ഒന്നും കൂടി ആശുപത്രിയിൽ എന്തായാലും കൊണ്ടുപോകേണ്ടി വരും. അമ്മ ഏതായാലും ഒന്ന് വാ, അവന്റെ അടുത്ത് വന്ന് കുറച്ചു നേരം ഇരിക്കുക. വരുവാ. എന്താടാ കുറഞ്ഞില്ലേ? അച്ഛമ്മേ അച്ഛമ്മേ നല്ല പനിയാണോടി? മരുന്ന് കൊടുത്തില്ലേ? കൊടുത്തു. അച്ഛമ്മയ്ക്ക് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റിയല്ലടാ. അച്ഛമ്മയ്ക്ക് മുട്ടിനും നടുവിനൊക്കെ വേദനയല്ലേ. ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ നിന്റെ അടുത്ത്? അമ്മ ഇരുന്നോളിയല്ലേ? പോകല്ലേ, ഇവിടെ ഇരിക്കണേ. ഇതെല്ലാം നീ കൊച്ചിനെ കൊണ്ട് പറയിച്ചതാണോ? ഞാൻ തന്നെ ഇരിക്കണമെന്ന കൊച്ചിനോട് നിർബന്ധം. എനിക്ക് മുട്ടും നടുവും വെച്ചൊന്നും ഒറ്റ ഇരിപ്പൊന്നും ഇരിക്കാനൊന്നും പറ്റിയാലേ, ഉറങ്ങാതെ ഒന്നും കൊച്ചിനെടുത്തൊന്നും. അയ്യോ അമ്മ, ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതൊന്നും അല്ല. അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന കൊച്ചിനോട് ഞാൻ എന്ത് പറയാനാ അമ്മേ? അമ്മ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ആ അച്ഛമ്മ അച്ഛമ്മ എന്തിയെ? പാവം, അതിന് അച്ഛമ്മന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവന. അച്ഛമ്മയ്ക്ക് കൊച്ചുമോനോടുള്ള സ്നേഹം എന്നോടുള്ള വാശി തീർക്കല. എന്നെ കുറച്ചാക്കണം, എന്നെ എൻ്റെ മോൻ വെറുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള മാത്രം ഒരു ഉപകരണം എൻ്റെ മോൻ. അല്ലാണ്ട് അവർക്ക് എൻ്റെ മോനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. ആ പനിയൊക്കെ മാറി അച്ഛമ്മയുടെ കൂട്ടം നല്ല മിടുക്കനായല്ലോ, വിശാറായല്ലേ? കുറഞ്ഞല്ലോ. ആ എടാ, നീ ആ അരി മുഴുവനും അവിടെ നിരത്തി ഇട്ടല്ലേ? എന്നോട് ഞാൻ പറഞ്ഞില്ല അതിന്റെ ബക്കറ്റ് തുറക്കരുതെന്ന്. അതവിടെ പൂ പോലെ വെതറിയിട്ടേക്കും. എനിക്ക് കഴിയേല. ഇത് കഴുകി പൊറുക്കി വൃത്തിയാക്കിയിട്ട് വേണ്ട എടുക്കാൻ വേണ്ടിട്ട്. അവിടെ ആണെങ്കിൽ മൊത്തം ചെളി ഒഴുക്കുക. ഈ കൊച്ചിന് ഒരു സൗകര്യവും കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ടാ എനിക്ക്. അതിനിപ്പോ ഒരു പനിയൊക്കെ കഴിഞ്ഞ് അവന്ന് എഴുന്നേറ്റതല്ലേ ഉള്ളൂ. എന്തിനാ ഏത് നേരം ആ കൊച്ചിനെ മുഖത്തോട്ട് കേറുന്നേ? അച്ഛമ്മ വെറുതെ എന്റെ അമ്മേനെ വഴക്കാക്കാൻ നിക്കണ്ട. എന്റെ അമ്മേ എന്നെ ഇഷ്ടമുണ്ടാണ്ട് അങ്ങനെയൊക്കെ പറയുന്നേ. അച്ഛമ്മയുടെ കാര്യം നോക്കിയാൽ മതി. നീ കൊച്ചിനെ നല്ല ക്ലാസ് കൊടുത്തല്ലേ? ആ കൊള്ളാം. കൊച്ചിനെ കൊണ്ട് തിരിച്ച് എന്നോട് പറയിപ്പിക്കുക. ഞാൻ ഈ കൊച്ചിനോടൊക്കെ ഓരോന്ന് പറയുന്നത് നീ അത് ഏത് തരത്തിൽ എടുത്തേക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ കൊച്ചിനോട് വേണ്ടാതിനും പറഞ്ഞു കൊടുത്തിട്ട് അതിനെ കൊണ്ട് ഇപ്രായം എന്നോട് പറയിപ്പിക്കുക അല്ലേ? ഇപ്പളെ ഞാൻ എൻ്റെ മോനോട് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവൊന്നേ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ കുടുംബത്തുള്ളവരെ കുറിച്ച് തന്നെ മോശം പറഞ്ഞു കൊടുത്തൊരു വിദ്വേഷമുള്ള മനസ്സാക്കിയിട്ടേ ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്താൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അവരുടെ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്നും പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇനിയും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുള്ളൂ. പിന്നെ അവനിപ്പോ 6 വയസ്സ് കഴിഞ്ഞമ്മേ. അവന് വകതിരിവൊക്കെ അത്യാവശ്യമായി. കാര്യങ്ങളൊക്കെ കണ്ടാലേ യഥാർത്ഥം എന്താണ് മിഥ്യ എന്താന്നൊക്കെ അവന് മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. ഇനിയേ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ മുമ്പിൽ സ്നേഹം അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല. അമ്മ അവന് യഥാർത്ഥ സ്നേഹം കൊടുത്താലേ അത് തിരിച്ചു കിട്ടത്തുള്ളൂ. അവന് കൊച്ചു കുഞ്ഞായപ്പോ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി.